ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കഴിഞ്ഞ കുറേ പ്രാവശ്യങ്ങളായി നാം ചിന്തിച്ചു വന്ന ഭാഗം ശുദ്ധ ഹൃദയം എന്നുള്ളതായിരുന്നു. നാം കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ദൈവം കൈക്കൊള്ളുകയുള്ളൂ. കപടമുള്ള ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, സ്വയപ്രശംസയുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന, മറ്റുള്ളവരെ ധിക്കരിക്കുകയും മറ്റുള്ളവരുടെ കുറ്റം കാണുകയും സ്വയം നീതീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രാർത്ഥന ഒരിക്കലും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയില്ല. അതിന് ഉപോത്ബലകമായി നാം ധ്യാനിച്ചു വന്ന വിഷയം ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥനയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇപ്പോൾ ഒന്ന് വായിക്കാം. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായകയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവന് ഒരുപാട് ക്ലെയിംസ് ഉണ്ട്, അവകാശവാദങ്ങളുണ്ട്. ഈ പരീശന്മാർ സ്വഭാവം അതാണ്, അവരുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണത്. സ്വയമായി ഉയർത്തുക, തന്നെ ഉയർത്തുക, മറ്റുള്ളവരെ ഇകഴ്ത്തുക, താഴ്ത്തി പറയുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൻ പറയുകയാണ്, ദൈവമേ, ഈ വ്യഭിചാരികൾ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാനല്ല. ഇയാൾ നിന്നെ വാഴ്ത്തുന്നു. അവിടെ സ്തുതി പോലും ഉണ്ട്, വാഴ്ത്തുന്നു. പക്ഷേ ദൈവസന്നിധിയിൽ ആ സ്തുതി സ്വീകാര്യമായില്ല. പിന്നെയുണ്ട്, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ഒരു സ്വയപ്രശംസ വരുന്നുണ്ട്, സ്വയമായൊരു പ്രശംസ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാത്തിനും ദേവാലയത്തിന് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുക്കേണ്ടത് ആ ഭോഗങ്ങളെല്ലാം കൃത്യമായി ഞാൻ കൊടുക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെട്ടു. നേടുന്നതിലൊക്കെയും ഞാൻ പതാരം കൊടുത്തു വരുന്നു. തന്നെയല്ല, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു. സ്വന്തമായൊരു ആത്മീയം, സ്വന്തം ആത്മീയം, സ്വയം ഒരാത്മീയം. പ്രിയപ്പെട്ടവർ, എത്ര ഉന്നത സ്ഥാനത്തുള്ളവരായാലും ആ സ്വന്തമായ ഒരു അവകാശവാദവും ഒരു സ്വയപ്രശംസയും വന്നാൽ വീഴ്ച ഉറപ്പാണെന്ന് നിങ്ങൾ ധരിച്ചുകൊള്ളൂ. ഉറപ്പാണ് വീഴ്ച. ആത്മാവിൽ വീണിരിക്കും. ആ വ്യക്തിയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരുകയില്ല. അന്ന് അന്തരീക്ഷത്തിൽ അങ്ങ് തങ്ങി നിൽക്കും. എന്നാലും ഇമ്പകരമായി പ്രാർത്ഥിക്കാം, പാട്ടുപാടാം, പ്രസംഗിക്കാം, എല്ലാവരെയും ആകർഷിക്കത്തക്ക രീതിയിലുള്ള വളരെ വളരെ രസപ്രദങ്ങളായ വിജ്ഞാനപ്രദങ്ങളായ പ്രസംഗങ്ങൾ നടത്താം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ അതൊന്നും ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുകയില്ല, ആർക്കും പ്രയോജനപ്പെടുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു അരിഷ്ട ഹൃദയം, ഒരു അവകാശവാദമില്ലാത്ത ഹൃദയം, ദൈവസന്നിധിയിൽ ഏറ്റവും താണിരിക്കുന്ന ഒരു ഹൃദയം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ളൊരു ശുദ്ധ ഹൃദയം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്, എൻ്റെ കർത്താവേ, ഒരിക്കലും എൻ്റെ മേന്മ, എന്തോ യോഗ്യതയുണ്ടെന്ന് എനിക്ക് ഒരിക്കലും തോന്നാൻ ഇടയാകല്ലേ. ഞാൻ എൻ്റെ ഹൃദയം തൊട്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവർ, എന്നെ കേൾക്കുന്ന ആത്മാർത്ഥതയുള്ള ദൈവമക്കൾ, നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ആത്മീയത്തിൽ നിനക്ക് തൃപ്തിയുണ്ടോ? നിനക്ക് തൃപ്തിയില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് അഭിമാനിച്ചാൽ എന്ത് പ്രയോജനം? ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ കടന്നു പോയാൽ, സ്വന്തമായ ആത്മീയമായ ചില ജഡ്ജ്മെൻറ്റ്സ് വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയാൽ, അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോയാൽ, കർത്താവേ, ഞാൻ ഇന്നത്തെ അവസ്ഥയിൽ കടന്നു പോയാൽ നിത്യ നരകത്തിലേ പോവുകയുള്ളൂ. സ്വർഗം എനിക്ക് അപ്രാപ്യമാകും. നിത്യപരിശുദ്ധനായ ദൈവവും തേജോമയന്മാരായ മാലാഹമാരും അത്ഭുത ലക്ഷണ പുരുഷന്മാരായ മാലാഹമാരും ഇരിക്കുന്ന തീയായ സ്വർഗത്തിൽ, ദൈവമേ, ഈ പച്ച ജഡമായ ഞാൻ കടന്നു വന്നാൽ എങ്ങനെ ഞാൻ അവിടെ നിൽക്കും? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. മരിക്കാമല്ലോ, ഏത് നിമിഷവും കടന്നു പോകാമല്ലോ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എപ്പോഴും ഓർക്കണം, ഞാൻ ഒരുങ്ങിയോ? എൻ്റെ ഇന്നത്തെ ആത്മീയ അവസ്ഥ എന്താണ്? മറ്റുള്ളവരെ ധിക്കരിക്കുന്നില്ലേ? മറ്റുള്ളവരെ കുറ്റം കാണുന്നില്ലേ? എൻ്റെ കുറ്റം കാണാതെ എൻ്റെ പാപങ്ങളെല്ലാം കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ ആത്മാർത്ഥതയോടെ കരയുവാനുള്ള
ആ ആത്മീയമായ കാഴ്ചപ്പാടും താഴ്മയും വിശുദ്ധിയും വിനയവും എനിക്കുണ്ടോ? ഇല്ലെങ്കിൽ സ്വർഗം പ്രിയപ്പെട്ടവരെ നാം ആരും കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി, അവിടെ അവകാശവാദങ്ങളില്ല, അവിടെ ഒരു ക്ലെയിംസും ഇല്ല, അവിടെ സ്വയപ്രശംസയില്ല. ദൈവത്തിന് സ്തോത്രം. സ്വയപ്രശംസ ഒരു അപകടമാണത്. ദൈവത്തിന് സ്തോത്രം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം വായിക്കുക. അപ്പോസ്തലനായ പൗലോസ്ലീഹ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടതായ അത്രയ്ക്ക് ആത്മീയമായ അനുഭവം ലഭിച്ചതായ ദൈവത്തിൻ്റെ പരിശുദ്ധനായ അപ്പോസ്തലൻ പറയുകയാണ് 6:14, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയും, ഗലാത്യരെ, നിങ്ങൾക്ക് പല കാര്യത്തിലും പ്രശംസാ വിഷയങ്ങളുണ്ട്. നിങ്ങൾ പരിച്ഛേദനയേറ്റവരാണെന്നുള്ളൊരു സുപ്രീമസി എപ്പോഴും നിങ്ങൾക്കുണ്ട്. അതേസമയം പാവപ്പെട്ട ജാതികൾക്ക് അതില്ല എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ട്. അതിലൊന്നുമല്ല, പരിച്ഛേദനയല്ല, അഗ്രധർമ്മവും അല്ല കാര്യം. ദൈവത്തിന് സ്തോത്രം. അവിടെ എൻ്റെ ദൈവമേ, കർത്താവ് പ്രസാദിക്കുന്നതായ ഒരാളത്വമാണ് വേണ്ടത്. ദൈവത്തിന് ക്രിസ്തു യേശുവിൽ പുതിയ സൃഷ്ടിയായോ എന്നുള്ളതാണ് കാര്യം. യേശുവിനൊരു പുതിയ സൃഷ്ടിയായോ? ക്രിസ്തുവിൻ്റെ ക്രൂശമരണത്താൽ, ആ തിരുരക്തത്താൽ ഞാൻ കഴുകപ്പെട്ടു. ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ യേശുവിനോട് വാക്ക് പറഞ്ഞു, കർത്താവേ, ഇനിമേൽ പാപത്തിലേക്കില്ല, ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കുമെന്ന് ഞാൻ യേശുവിനോട് വാക്ക് പറഞ്ഞു. എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നെ മുഴുവനായിട്ട് കൊടുത്തു. എൻ്റെ ഓരോ കോശങ്ങളും കൊടുത്തു. എൻ്റെ പാപങ്ങൾ മുഴുവനായി അങ്ങ് ഇട്ടുകൊടുത്തു. എന്നെ തന്നെ കൊടുത്തു. എൻ്റെ വിചാരങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ മനോവ്യാപാരങ്ങളും എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ, ദേഹവും ദേഹി ആത്മാവും മുഴുവനായി ഞാൻ എൻ്റെ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇനി സ്വന്തമായി എനിക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥയിൽ എല്ലാ അവകാശങ്ങളും പ്രശംസകളെല്ലാം താഴെ വെച്ചിട്ട് അപ്പോസ്തലൻ ഇപ്പോൾ പറയുകയാണ്. അപ്പോസ്തലൻ എന്താ പറയുന്നത്? എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പാനിട വരരുത്. ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. എന്തൊരു സമർപ്പണം പ്രിയപ്പെട്ടവരെ! പറയാൻ എന്ത് യോഗ്യത എനിക്ക് ഇല്ലല്ലോ കർത്താവേ. ദൈവമേ, എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നത് ലാഭം. ദൈവത്തിന് സ്തോത്രം. ഇത്രയും പറഞ്ഞ അപ്പോസ്തലനാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പായിട വരരുത്. ദൈവമേ, ആ ക്രൂസ് എൻ്റെ അനുഭവമായോ? ആ ക്രൂസിൻ്റെ അനുഭവമായോ? ആ ക്രൂസ് എൻ്റെ ഹൃദയത്തിലുണ്ടോ? ആ ക്രൂസ് എൻ്റെ ഹൃദയത്തിൽ നാട്ടപ്പെട്ടുവോ? ദൈവത്തിന് സ്തോത്രം. കഷ്ടതകൾ യേശുവിൻ്റെ നാമത്തിൽ എന്തും ഏതുമാകാനുള്ള സന്നദ്ധത, ലോകം പുച്ഛിക്കുമ്പോഴും കല്ലെറിയുമ്പോഴും തിക്താനുഭവങ്ങൾ വരുമ്പോഴും ഓർക്കാപ്പുറത്ത് അനേക തിരിച്ചടികൾ വരുമ്പോഴും അനേകർ ദുഷിക്കുമ്പോഴും ഇല്ലാത്ത കാര്യം പറഞ്ഞ് പരത്തുമ്പോഴും, ദൈവമേ, ഈ പീഡകളെല്ലാം സ്വന്തം ഏറ്റവും സ്നേഹിച്ചവരിൽ നിന്ന് പോലും വരുമ്പോഴും, എൻ്റെ കർത്താവേ, നിൻ്റെ ക്രൂശ്, നീ ഏൽപ്പിച്ച ക്രൂശ്, നീ എൻ്റെ കർത്താവ് വഹിച്ച ക്രൂശ്, അതിൻ്റെ ഒരറ്റം എൻ്റെ കർത്താവ് ഒന്ന് താങ്ങാൻ ദൈവമേ എനിക്ക് ശക്തി തരുമോ? നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയരെ. സന്തോഷത്തോടെ ഏറ്റുവാങ്ങണം. കുറേനക്കാരൻ സന്തോഷത്തോടെ ഏറ്റുവാങ്ങി നാം പഠിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ഏറ്റുവാങ്ങിയാൽ നമുക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ കിട്ടും. നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. കർത്താവിൽ പ്രസിദ്ധരായ മക്കളാകും. മക്കൾ കർത്താവിൽ പ്രസിദ്ധരാകും. അപ്പൻ ക്രൂശ് ചുമക്കുകയും അപ്പൻ ക്രൂശ് വഹിക്കുകയും അമ്മ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്ന് യേശുവിൻ്റെ താളം കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ആപ്പൻ്റെ അമ്മയുടെയും മക്കളാരും നഷ്ടപ്പെട്ടു പോവുകയില്ല. അവർ കർത്താവിൽ പ്രസിദ്ധരായി വളരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആത്മീയം നമുക്ക് എപ്പോഴും ആടിപ്പാടി പോകുന്നതായ ഒരു കാര്യമല്ല. അവിടെ വേദനകളുണ്ട്, അവിടെ ക്രൂശുണ്ട്, അവിടെ കഷ്ടതയുണ്ട്, അവിടെ നിന്ദനങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരെ ഒറ്റപ്പെടുത്തലുകളുണ്ട്. എല്ലാം സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് തയ്യാറാവണം. ദൈവത്തിന് സ്തോത്രം. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. എന്ത് പ്രശംസിക്കാൻ? എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശംസിക്കാൻ? പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ ജീവിതത്തിലേക്ക് നോക്കാറുണ്ട്. പണ്ടൊക്കെ ഈ പ്രശംസകളൊക്കെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ദേവാലയത്തിൽ ഞാൻ വലിയ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരാളാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അന്നും ആരാധനയിലെല്ലാം മുൻപന്തിയിൽ കയറി നിന്ന്
വിശുദ്ധ മധുബായിൽ ശുശ്രൂഷ ചെയ്യുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യാറുള്ളൊരു വ്യക്തി. അന്ന് എനിക്ക് ഒരുപാട് അവകാശവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രശംസകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നല്ലവനാണെന്ന് ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ സത്യമായ വചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് എന്ന അനുഗ്രഹീത കൂട്ടായ്മയിൽ കൂടാതെ ബഹുമാനപ്പെട്ട യോനാ സാറിന് നാവിൽ കൂടെ വന്ന വചനം കേട്ടപ്പോൾ ഞാൻ അവിടെ നെടുമ്പാട് വീണ് കരയാൻ തുടങ്ങി. എന്നെ കരയാൻ പഠിപ്പിച്ച കൂട്ടായ്മയാണിത്. ബഹുമാനപ്പെട്ട സാർ ഒരിക്കൽ പറഞ്ഞു തന്നു, പരസ്യമായി പറഞ്ഞു തന്നു, ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് മുട്ടുമേലിരിക്കുന്ന ക്രിസ്തീയ കൂട്ടായ്മയായിരിക്കണമെന്ന്, മുട്ടുമേലിരിക്കുന്ന ക്രിസ്തീയ കൂട്ടമായിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അതെൻ്റെയും ഇന്നത്തെ ഒരു ആഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ നിങ്ങളോടും പറയുകയാണ് പ്രിയപ്പെട്ടവരെ, വലിയൊരു ഉണർവ് നമുക്കുണ്ടാകും, വലിയൊരു ഉണർവ് നമ്മുടെ കൂട്ടായ്മയിലും ദേശത്തും ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, മുട്ടുമേലിരിക്കുന്നതായ ആത്മാർത്ഥതയുള്ള കർത്താവിന് പ്രപാദം കണ്ണുനീരുകൊണ്ട് നനയ്ക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അവിടെ ഉണർവ് വ്യാപിക്കും. പ്രിയപ്പെട്ടവരെ, അനേകരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് തീയായി ചെന്ന് വീഴാനിടയാകും, അനേകർ യേശുവിനെ പിടിക്കാനിടയാകും. അതാണ് ഉണർവെന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ആഴത്തിലുള്ള ഭാവബോധവും കണ്ണുനീരും, അതാണ് ഉണർവിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. അല്ലാതെ എല്ലാവരും ഹാലേലിയ പറയുന്നതോ വലിയ ബഹളം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ കൃത്രിമമായ ഉണർവുണ്ടാക്കുന്നതോ ഒന്നും അല്ല പ്രിയപ്പെട്ടവർ. അതൊന്നും ഉണർവല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴങ്ങളിൽ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ എവിടെ നിന്നോ കണ്ണുനീര് ധാരധാരയായി വീഴാൻ തുടങ്ങും. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഒരു ഉണർവ് ദൈവമേ എന്നിലും തുടങ്ങണമേ. അത് എന്നിൽ തുടങ്ങി എൻ്റെ കൂട്ടായ്മയെ വ്യാപരിക്കണമേ, എൻ്റെ ദേശത്ത് വ്യാപരിക്കണമേ, എൻ്റെ ഭവനത്തിൽ വ്യാപരിക്കണമേ. ദൈവമേ, പരിശുദ്ധാത്മാവ് തീയായി എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് കത്തി ഇറങ്ങണമേ കർത്താവേ. അവരെ പുതിയ സൃഷ്ടികളാക്കണമേ ദൈവമേ. അപ്പോസ്തലന്മാരെ തീ പിടിപ്പിച്ച കർത്താവേ, ശൗൽ എന്ന് പറയുന്നതായ ദൈവമക്കളെ ഉപദ്രവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതായ നിഷ്ഠൂരൻ ഉപദ്രവിയുമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതായ പരിശുദ്ധനായ പൗലോസ്ലീഹായെ ദൈവമേ, ആ സ്വർഗ്ഗത്തെത്തി ഇതാ ഇറങ്ങി കത്തിച്ചല്ലോ കർത്താവേ. ദൈവമേ, ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് തീ നിന്റെ മകൻ്റെ മേൽ പതിഞ്ഞപ്പോൾ കർത്താവേ, അവരിൽ കത്തിയതായ തീ, ദൈവമേ, ഉണർവിൻ്റെ തീ കർത്താവേ, അവരെ തെടുമ്പാട് വീണ തീ, അവനെ വീഴ്ച തീ കർത്താവേ, ആ തീ ഇത് വ്യാപരിച്ച് എൻ്റെ കുടുംബത്തിലും അത് കത്തിക്കണമേ, എൻ്റെ മക്കളിലും അത് കത്തിക്കണമേ, എൻ്റെ സഹോദരങ്ങളിൽ അത് കത്തിക്കണമേ, എൻ്റെ മാതാപിതാക്കളിൽ കത്തിക്കണമേ, എൻ്റെ മക്കളിൽ അത് കത്തിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഒരു ഉണർവ് എന്നിൽ തുടങ്ങി എൻ്റെ ഭവനത്തിലും ദൈവമേ, ഞാൻ എൻ്റെ ദേശത്തും എൻ്റെ കൂട്ടായ്മയിലും എൻ്റെ സഭയിലും കർത്താവേ, ഉണർവ് വ്യാപരിക്കാനിടയാകണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. പൂർവീയ പുണ്യപിതാക്കന്മാർ എല്ലാവരും കർത്താവിൻ്റെ ഈ പരിശുദ്ധാത്മാവ് തീ അനുഭവിച്ചവരാണ് പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് അവരോട് സംസാരിക്കാറുള്ളതാണ് പ്രിയപ്പെട്ടവർ. അപ്പോസ്തലനായ പൗലോസ് വീണ്ടും ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോസ്തലന് ഒരുപാട് പ്രശംസാ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് ഏറ്റുപറയുകയാണ് ഇപ്പോൾ അപ്പോസ്തലൻ ഫിലിപ്പിയരോട് ഒന്ന് ഏറ്റുപറയുകയാണ്. അവരുടെ ഉള്ളം കത്തിക്കാൻ വേണ്ടി അപ്പോസ്തലൻ പറയുകയാണ്. ഫിലിപ്പിയർ 3:3 മുതലുള്ള കുറേ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും, ക്രിസ്തുവിൽ മാത്രം പ്രശംസ, ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും മറ്റാരിലും ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാമാണ് പരിച്ഛേദനക്കാർ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. വേണമെങ്കിൽ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാം, ജഡത്തിലും എനിക്ക് പ്രശംസിക്കാം. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികമായി പ്രശംസിക്കാൻ ഒത്തിരി വകകളുണ്ടായിരുന്നു. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, 8-ാം നാളിൽ ഏതൊരു യഹൂദനെ പോലെ ഞാൻ പരിച്ഛേദനയേറ്റവനാണ്. ഇസ്രായേൽ ജാതിക്കാരൻ, ഞാൻ ഇസ്രായേൽ ജാതിക്കാരനാണ്. ബെന്യാമീൻ ഗോത്രക്കാരൻ, അനുഗ്രഹീതമായ ബെന്യാമീൻ ഗോത്രത്തിൽ പിറന്നവനാണ്. എബ്രായരിൽ ജനിച്ച എബ്രായൻ, ഞാൻ എബ്രായരിൽ ജനിച്ച ഒരു എബ്രായനാണ്. ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് എരിവുള്ള ശുഷ്കാന്തിയുള്ള പരീക്ഷനായിരുന്നു. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ച് ദൈവജനത്തെ ഉപദ്രവിക്കാനും കൊല്ലാനും നടന്നവൻ. ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ. ഞാൻ ന്യായപ്രമാണം ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. ദൈവകൽപ്പനകളെ എന്നും ഞാൻ പാലിച്ചു തന്നെ പോന്നവനാണ്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഇതൊക്കെ ഒരു കാലത്ത് എനിക്ക് ലാഭമെന്ന് എണ്ണിയതാണ്. ഇതെൻ്റെ പ്രശംസാ വിഷയങ്ങളായിരുന്നു. ഇതെല്ലാം ഞാൻ ഒരു കാലത്ത് ലാഭമെന്ന് എണ്ണി. എന്നാൽ ഇന്നതെല്ലാം എനിക്ക് ഛേദമായി, നഷ്ടമായി. ആ പ്രശംസാ വിഷയങ്ങളെല്ലാം നഷ്ടമായി. കാരണം ഒരേ ഒരു വ്യക്തി, ക്രിസ്തു,
ഞാൻ എൻ്റെ യേശുവിനെ കണ്ടെത്തി, ക്രിസ്തുവിനെ കണ്ടെത്തി. എൻ്റെ യേശുവിനെ കണ്ടെത്തിയപ്പോൾ, ആ സ്നേഹം കണ്ടെത്തിയപ്പോൾ, ആ സ്വർഗത്തെ തീ എന്നിൽ ഇറങ്ങിയപ്പോൾ, ആ ക്രൂസിലേക്ക് നോക്കിയപ്പോൾ, എൻ്റെ യേശു ക്രൂസിൽ എനിക്ക് നേടിത്തന്ന രക്ഷയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, അവനെ എൻ്റെ നാഥൻ കർത്താവുമായി ഞാൻ സ്വീകരിച്ചപ്പോൾ, ദൈവമേ, ഈ പ്രശംസകളെല്ലാം എനിക്ക് നഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. അതെല്ലാം എനിക്ക് ഛേദമെന്ന് ഞാനിപ്പോൾ എണ്ണുകയാണ്. അതൊന്നും എനിക്കിപ്പോൾ ഒരു വിഷയം, ഒരു അഭിമാനമല്ല, ഒരിക്കലും അഭിമാനമല്ല. അതെല്ലാം എനിക്ക് നഷ്ടമായിരുന്നു. അന്ന് എൻ്റെ ജീവിതം നഷ്ടമായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഓരോ ദിവസവും എൻ്റെ യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയുമ്പോൾ, ഓരോ ദിവസവും ഞാൻ ആ ക്രിസ്തുവുമായുള്ള സംസർഗത്തിൽ കഴിയുമ്പോൾ, ഓരോ ദിവസവും അവൻ്റെ വേലയിലും ശുശ്രൂഷയിലും ആയിരിക്കുമ്പോൾ, ഓരോ ദിവസവും അവൻ്റെ നാമത്തിൽ ഞാൻ ഓരോ കഷ്ടതകളും ഏൽക്കുമ്പോൾ, ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഇതെല്ലാം വീണ്ടും വീണ്ടും അയ്യോ എന്തൊരു നഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അവൻ്റെ കുറിച്ചുള്ള ആ എൻ്റെ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം യേശുവിനെക്കുറിച്ച് അറിയുമ്പോൾ തോറും ഇതെല്ലാം കൂടുതൽ കൂടുതൽ ഞാൻ നിന്ദ്യമായി എണ്ണുകയാണ്. ലോകലാവണ്യങ്ങൾ, ലോകത്തിലെ സുഖങ്ങളെല്ലാം, ഈ ലോകത്തിൽ എനിക്ക് നേട്ടമായിരുന്ന എല്ലാം ഞാൻ നിന്ദ്യമായി എണ്ണി എണ്ണി മാറ്റുകയാണ്. അടുത്ത വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർ നൽകുന്ന നീതി തന്നെ ലഭിച്ച് വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് യേശുവിനോട് കൂടെ മരിച്ചവനായി എൻ്റെ ലോകം സംബന്ധിച്ച് മരിച്ചവനായി, ജഡത്തിൽ മരിച്ചവനായി, സ്വയം സംബന്ധിച്ച് മരിച്ചവനായി, അവനോട് അനുരൂപപ്പെട്ട് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്നെണ്ണുന്നു. ദൈവമേ, എനിക്കും ഒരു പുനരുത്ഥാനം വേണം. യേശു പുനരുത്ഥാനം ചെയ്തതുപോലെ ഒരു നാൾ എനിക്കും പുനരുത്ഥാനം ഉണ്ടാകും. എനിക്ക് പുനരുത്ഥാന നാളിൽ കർത്താവേ, നിന്നോടുകൂടെ ഓഹരി എനിക്ക് വേണം. സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാരുടെ കൂടെ ഞാൻ, എൻ്റെ യേശുവേ, നിൻ്റെ രാജ്യത്തിൽ എനിക്ക് എത്തിപ്പെടണം. വല്ലവിധേനയും മരിച്ചവരുടെ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം, യേശുവിൻ്റെ നിമിത്തം ഇതെല്ലാം ഉപേക്ഷിച്ച് ലോകത്തിലെ സകല സ്ഥാനമാനങ്ങളും എനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. അപ്പോസ്തലൻ വീണ്ടും താഴുകയാണ്. വീണ്ടും ഒന്നുകൂടെ ഇത്രയും പറഞ്ഞു പോയപ്പോഴേക്കും ഒരു സംശയം, അയ്യോ എവിടെയെങ്കിലും പ്രശംസ വന്നോ? ഇല്ലല്ലോ. ഉടനെ പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ, തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഞാൻ നേടിയിട്ടില്ല, ഒന്നും ആയെന്ന് പറയാൻ എനിക്കില്ല. ഞാൻ യേശു ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടു. ഒറ്റ യോഗ്യതയുള്ളൂ, യേശു എന്നെ പിടിച്ചു. യേശു എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ഹൃദയവാതിൽ തള്ളി തുറന്നു വന്നു. ബലമായി അവനെന്നെ പിടിച്ചു, അവനെ കീഴടക്കി, അവനെൻ്റെ കയ്യിൽ പിടിച്ചു. ഇനി ഒരിക്കലും ആ പിടിവിട്ട് പോകാതെ, സ്വന്തം വഴിക്ക് പോകാതെ, പഴയ നേട്ടങ്ങളിലേക്ക് പോകാതെ, പഴയ സ്ഥാനമാനങ്ങളിലേക്ക് നോക്കാതെ, ലോകത്തിലേക്ക് നോക്കാതെ, ലോകത്തിലെ എല്ലാ പ്രൗഢികളും പദവികളെ ഉപേക്ഷിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച്, എനിക്കും ആ സ്വർഗരാജ്യം പിടിക്കാമോ എന്ന് വെച്ച്, സ്വർഗീയമായ ആ പ്രിവിലേജ് പ്രാപിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേയുള്ളൂ. യേശുവിനെ പിന്തുടരുന്നു. അവൻ പോകുന്ന വഴിയേ ഞാനും. അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. അവൻ എന്നെ വിടാതിരുന്നാൽ മതി. നിങ്ങളും പ്രാർത്ഥിക്കണം, ഞാനും പ്രാർത്ഥിക്കാറുണ്ട് പ്രിയപ്പെട്ടവർ. എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ നിന്നെ പിടിച്ചതല്ല, ഞാൻ പിടിച്ചാൽ വിട്ടുപോകും. ഞാൻ പിടിച്ചാൽ ചില വലിയ കയറ്റങ്ങളൊക്കെ വരുമ്പോൾ വിട്ടുപോകും കർത്താവേ. എന്നാൽ നീ എന്നെ പിടിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കണം. യേശുവേ, നീ എന്നെ പിടിക്കണം, വിടല്ലേ കർത്താവേ, എൻ്റെ വഴിക്ക് വിടല്ലേ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒന്ന് മാത്രം എൻ്റെ ആഗ്രഹം. പിമ്പിലുള്ളത് മറന്നു, പിമ്പിലുള്ളത് എങ്ങനെ ഒന്നും എല്ലാം മറന്നു. മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട്, മുമ്പിലുള്ള എൻ്റെ ലക്ഷ്യം, അതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ
ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്ന ഒരു പരമമായ വിളി എന്നിലുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്നെ വിളിച്ചു, എന്നെ കടന്നു വിളിച്ചു എന്ന് എനിക്ക് നല്ല ഉറപ്പ് കിട്ടി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശൗലേ ശൗലേ നീ ഉപദ്രവിക്കുന്നത് എന്തെന്ന് ആ സ്നേഹാർദ്രമായ ശബ്ദം ഇന്നും എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓ, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന നസ്രായനായ യേശുവാകുന്നു ഞാൻ. അയ്യോ, നിന്നെ ഞാൻ ഉപദ്രവിച്ചല്ലോ കർത്താവേ. ഇന്നും ആ വേദന, ആ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഇന്നും എനിക്കൊരു ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞു. യേശു പോകുന്നിടത്ത് ഞാനും പോകും. യേശു ക്രൂശിക്കപ്പെടുന്നിടത്ത് ഞാനും ക്രൂശിക്കപ്പെടും. യേശു അടക്കപ്പെടുന്നിടത്ത് ഞാനും അടക്കപ്പെടും. യേശു ഉയർത്തെഴുന്നേറ്റ സ്ഥലത്ത് ഞാനും ഉയർത്തെഴുന്നേൽക്കും. യേശുവിനോട് കൂടെ ഞാൻ എന്നും നിത്യയുഗങ്ങൾ വാഴും. ദൈവത്തിൻ്റെ സ്തോത്രം. ലേഖനം എഴുതുമ്പോൾ തെസ്സലോനിക്കർക്ക് എഴുതിയ 2ാമത്തെ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. പിന്നെ നാം എന്നും അവനോട് കൂടെ വസിക്കും. എന്നും നാം അവനോട് കൂടെ ആ സ്വർഗരാജ്യത്തിൽ വസിക്കും. ഈ വചനങ്ങളെ കൊണ്ട് പരസ്പരം ആശ്വസിച്ചു കൊള്ളുവിൻ. അപ്പോൾ നല്ല ഉറപ്പാണ്. ഇതാണ് ആശ്വാസത്തിൻ്റെ വഴി എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ പറയുകയാണ്, നമ്മിൽ തികഞ്ഞവർ എന്ന് തോന്നുന്നതെല്ലാം ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളണം. ആർക്കും തോന്നല്ലേ? ചിന്തിച്ചോ. നിങ്ങളൊരിക്കലും ഞാൻ തികഞ്ഞവനാണെന്നോ, ഞാൻ തികഞ്ഞവനാണെന്നോ, ഞാൻ മതിയായവനാണെന്നോ, തനിക്ക് താൻ പോരിമ, ഒരു സെൽഫ് സഫിഷ്യൻസി ഒരിക്കലും എൻ്റെ പ്രിയരെ ഉണ്ടാകരുതേ പ്രിയപ്പെട്ടവരെ. ഒന്നിലും അഭിമാനിക്കാനില്ലല്ലോ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. ആ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയിൽ ഇതൊന്നുമില്ല കേട്ടോ. ഈ സ്വയപ്രശംസയൊന്നുമില്ല. ദൈവമേ, മഹാഭാവിയെ എന്നോട് കരുണ തോന്നണമേ. മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അവന് നീതീകരണം കിട്ടി. അവൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ സ്വീകാര്യമായി. പ്രിയപ്പെട്ടവരെ, പാപിയായ ഞാനും എൻ്റെ രക്ഷകനായ യേശുവും തമ്മിലുള്ള ദൈവിക സംസർഗമാണ് പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും ഓർത്തുകൊള്ളണം. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ ആരാധിക്കുമ്പോഴോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എൻ്റെ ദൈവമേ, പാപിയാണെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ എൻ്റെ പാപങ്ങളെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കാണുന്നത് യേശുവിനെ മാത്രം, യേശുവിൻ്റെ ക്രൂശ് മാത്രം. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്കായി ദൈവമക്കൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ അത് മാത്രമേ കാണാനുള്ളൂ. പിതാക്കന്മാർ അതേ കാണിച്ചു തന്നിട്ടുള്ളൂ. പൂർവികരായ പുണ്യപിതാക്കന്മാർ അവരത് മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. തൂക്കപ്പെട്ടു മരത്തിൽ, വിലാവ് തുറന്നു, ആ ചവളം രക്തം വെള്ളമൊഴുകുന്ന മെസ്സിഹായെ, ആ മെസ്സിഹായെ കണ്ടതായ സഹോദരന്മാർ എന്തു ചെയ്തു? അവരുടനെ മരിപ്പാനായി ഓടി. കണ്ടങ്ങോടി മരിപ്പാനായി കർത്താവിൻ പേർക്കെല്ലാവരും ആ സഹോദരന്മാർ, വിശുദ്ധന്മാർ, രക്തസാക്ഷികളായ പൂർവീയ പിതാക്കന്മാർ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. ക്രൂസ് മാത്രമേ കണ്ടുള്ളൂ. ആ തൂക്കപ്പെട്ടവനായി, ക്രൂസിന്മേൽ തൂങ്ങപ്പെട്ടവനായി, തിരുവിലാവ് തുറന്ന് രക്തവും വെള്ളവും ഒഴുകുന്ന മെസ്സിഹായെയാണ് അവർ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അവർ കണ്ടിട്ടാണ് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? മോചനമതിനായി പാപികളെ വരുവിൻ, യാചിപ്പിൻ. നിങ്ങൾ പാപികളാണോ? നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? എങ്കിൽ വരുവിൻ, യാചിപ്പിൻ. മുട്ടുന്നവർക്ക് തുറന്നിടുമേ നാഥൻ തൻ വാതിൽ. നാഥൻ ആ കരുണയുടെ വാതിൽ അത് മുട്ടി വിളിക്കുന്നവർക്ക് തുറന്നു തരും. യാചിക്കുന്നവൻ പ്രാപിക്കും, മുട്ടുന്നവൻ തുറക്കും, മുട്ടുന്നവന് തുറക്കപ്പെടും, യാചിക്കുന്നവൻ പ്രാപിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവിൻ്റെ കരുണാനിലയത്തിൽ നിന്ന് കരുണയുടെ വാതിൽ തുറന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുവേ നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആ കരുണാവാതിൽ കൂടെ അകത്ത് കടന്ന് ആ ചങ്കിനകത്ത് വാസമുറപ്പിക്കുന്ന ക്രിസ്തീയ ജീവിതം നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു നിമിഷം ധ്യാനിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവികമായ സംസർഗത്തിൻ്റെ പ്രാർത്ഥന ഇന്ന് മുതൽ നമുക്ക് ആരംഭിക്കണം. ഇന്ന് നാം പ്രാർത്ഥന, ഈ ശുശ്രൂഷ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ നാം ഇന്ന് വിശ്രമിക്കുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പ് വേണം. എന്നെ ഇനി ഈ ലോകത്തിൽ എന്നെ പഴയതുപോലെ ഇനി ഒരിക്കലും കാണുകയില്ല. ആ ചുങ്കക്കാരൻ തിരിച്ചു പോയപ്പോൾ അവനെ ഒരു വസ്ത്രം മൂടിയിരിക്കുകയാണ്. ഏതാണ് വസ്ത്രം? നീതിയുടെ വസ്ത്രം. നീതി എന്ന അങ്കി അവനെ കർത്താവ് അണിയിച്ചു കൊടുത്തു. അവൻ്റെ കുറ്റമൊന്നും പിന്നെ ആരും കാണുകയില്ല. നീതി എന്ന അങ്കി അവനെ ഇടിവിച്ചു വിട്ടുകൊടുത്തു. ആ രക്തം, തിരുരക്തം അവനെ വലയം ചെയ്തു.
ചെയ്തു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഓ, ഹൃദയം പകർന്ന് പാപത്തെ കണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചതായ ചുങ്കക്കാരനിപ്പോൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ മറക്കകത്താണ്. ദൈവവൈതലേ, നിനക്ക് വിശ്വാസമുണ്ടോ? നിനക്ക് ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നുണ്ടോ? യേശുവേ, ഇപ്പോൾ ഞാനിതാ വരുന്നു കർത്താവേ, നിന്റെ കരുണാവാതിൽ മുട്ടി വിളിച്ചുകൊണ്ട് ഞാൻ ആ തൃപ്പാദത്തിലേക്ക് വരുന്നു. അപ്പാ, എന്നെ നീ കൈക്കൊള്ളണമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കണമേ. അനവധിയായ എൻ്റെ പാപങ്ങൾ, അസംഖ്യങ്ങളായ എൻ്റെ പാപങ്ങൾ, നിന്നെ വേദനിപ്പിച്ചതായ പാപങ്ങൾ, നിന്നെ കുത്തി മുറിവേൽപ്പിച്ചതായ പാപങ്ങൾ, യേശുവേ നിന്റെ ചങ്കിലേക്ക് കുത്തിയതായ പാപങ്ങൾ, ഇതെല്ലാമാണല്ലോ നിന്റെ സ്വന്തം ശരീരത്തിൽ നീ വഹിച്ചത് കർത്താവേ. നിനക്ക് ഈ വേദന തന്നത് എല്ലാം ഈ നീതനായ ഞാനാണല്ലോ കർത്താവേ. നിനക്ക് ഈ ക്രൂശല വേദന തന്നത് ഞാനാണല്ലോ കർത്താവേ, നീതനായ ഞാനാണല്ലോ. അപ്പാ, എന്നോട് മനസ്സലിയണമേ, എൻ്റെ സകല പാപങ്ങളും ഇപ്പോൾ കഴുകിത്തരണമേ. ഒരു തുള്ളി രക്തം കൊണ്ട് എൻ്റെ സകല പാപവും കഴുകിത്തരണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പിൻ ദൈവമക്കളെ, ഇന്ന് നീതീകരണം പ്രാപിക്കാമെന്നാണ് പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് പുതിയ സൃഷ്ടികളാകാം. ആ തിരുരക്തം ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കൂ, യേശുവേ, ആ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി ഇപ്പോൾ എൻ്റെ മേലൊന്ന് വീഴിക്കണമേ. ആ തൃക്കരം എൻ്റെ ശിരസിലൊന്ന് വെക്കണമേ. ആ തിരുരക്തത്താൽ ഒരു മുദ്ര തരണമേ കർത്താവേ. എൻ്റെ സകല പാപങ്ങൾ കഴുകി കർത്താവേ നീതീകരിക്കപ്പെട്ടവനായി നീതി എന്ന അങ്കി ധരിച്ചുകൊണ്ട് യേശുവേ, എനിക്ക് ഇനിയുള്ള ആയുസ്സ് നിനക്ക് വേണ്ടി ജീവിക്കണം. യേശുവേ, അതിനായി എന്നെ ഇതാ തരുന്നു, തൃക്കരങ്ങളിലേക്ക് തരുന്നു. നാഥാ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഈ നിമിഷം ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. കരുണയുടെ കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, സാൽഗി അനുഗ്രഹിക്കപ്പെട്ടതായ ദൂതുകൾക്കായി സ്തോത്രം. ദൈവമേ, വചനം കേട്ട എൻ്റെ പ്രിയ മക്കളെ എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ അടിപ്പാള കരം തൊട്ട് അനുഗ്രഹിക്കണമേ. തകർന്ന ഹൃദയം തരണമേ, ശുദ്ധമായ ഹൃദയം തരണമേ. യേശുവിനെ കാണാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ കർത്താവേ. തന്ന മനങ്ങൾക്കായ സ്തോത്രം. സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന പ്രാണപ്രിയനായ യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമള്ളുമാറാകണമേ. ആമേൻ.